Hello friends, welcome back to my channel. This is Arthi Gopalakrishnan. So, the topic is all about Google Tag Manager. So, firstly, you need to understand what is Google Tag Manager. For example, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഡെവലപ്പർ ഉണ്ടാവും, ആ വെബ്സൈറ്റിന് ഒരു മാർക്കറ്റർ ഉണ്ടാവും. സോ ഇവർ തമ്മിലുള്ള ആ ഒരു ടാസ്ക്, ആ ഒരു ലിങ്ക് അതൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഗൂഗിൾ അനാലിറ്റിക്സ് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പീസ് ഓഫ് കോഡ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ പിക്സൽ കോഡ് അതുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പീസ് ഓഫ് കോഡ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യണം. സോ അങ്ങനെ എല്ലാ കാര്യത്തിനും നിങ്ങൾ കോഡ്സ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ബഞ്ച് ഓഫ് കോഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്കത് ഒരു തരം കൺഫ്യൂഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പാടായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. സോ അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോഴാണ് ഈ ഗൂഗിൾ ടാഗ് മാനേജർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സോ ഇന്നത്തെ ടോപ്പിക്സ് നമ്മൾ മെയിൻലി കവർ ചെയ്യുന്നത് 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. ഒന്ന്, നമ്മൾ ഗൂഗിൾ അനാലിറ്റിക്സും വെബ്സൈറ്റും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെ ഗൂഗിൾ ടാഗ് മാനേജറിൽ ചെയ്യാം എന്നുള്ളത്. അതുപോലെ നമ്മൾ ഗൂഗിൾ ആഡ്സ് കണക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് എങ്ങനെ ഗൂഗിൾ ടാഗ് മാനേജറിൽ ചെയ്യാമെന്നുള്ളതും. അതുപോലെ ഫേസ്ബുക്ക് പിക്സൽ എങ്ങനെ നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് അതൊരു സെക്ഷൻ. സെക്കൻഡ് സെക്ഷൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൺവേർഷൻ ട്രാക്കിംഗ് ആണ്. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ദ സക്സസ് റേറ്റ്. സക്സസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഒന്നുകിൽ ഒരു പർച്ചേസ് ആയിരിക്കും, ഒരു സാധനം നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരാൾ പർച്ചേസ് ചെയ്തു അതായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു ഫോം ഫില്ല് ചെയ്തെങ്കിൽ അതും ഒരു സക്സസ് ആണ്, അതും ഒരു കൺവേർഷനാണ്. അപ്പോൾ ഏതാണോ നമ്മൾ സക്സസ് ആയിട്ട് കരുതുന്നത്, അതായത് വാട്ട് ദ യൂസർ നീഡ് ടു പെർഫോം ഇൻ യുവർ വെബ്സൈറ്റ്, ദറ്റ് പർട്ടിക്കുലർ ആക്ഷൻ, അതിനെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺവേർഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിൾ അനാലിറ്റിക്സിൽ ട്രാക്ക് ചെയ്യാം. ഗൂഗിൾ അനാലിറ്റിക്സിൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ ഗൂഗിൾ അനാലിറ്റിക്സിൽ കൊമേഴ്സിന് ട്രാക്ക് ചെയ്യാനായിട്ട് കൊമേഴ്സ് ട്രാക്കിംഗ് സെപ്പറേറ്റ് ഉണ്ട്, അത് ഗൂഗിൾ അനാലിറ്റിക്സിൻ്റെ പാർട്ട്. അതുപോലെ ഗൂഗിൾ ആഡ്സിൽ കൺവേർഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫേസ്ബുക്ക് പിക്സൽ കോഡ് യൂസ് ചെയ്തിട്ട് കൺവേർഷൻ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 മെത്തേഡ്സും നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇവൻറ്റ് ട്രാക്കിംഗ് ആണ്. ഓട്ടോ ഇവൻറ്റ് ട്രാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഫോർ എക്സാമ്പിൾ ആഡ് ടു കാർട്ട് ബട്ടൺ ഉണ്ട്. അപ്പോൾ ആഡ് ടു കാർട്ട് ബട്ടൺ ഒരാൾ ക്ലിക്ക് ചെയ്തിട്ട് അയാൾ ചെക്കൗട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അയാൾ ഒന്ന് റീതിങ്ക് ചെയ്ത് ഇനി ഈ സാധനം വേണോ, ഇത് എന്തെങ്കിലും അയാളിങ്ങനെ ഒന്ന് റീതിങ്ക് ചെയ്ത് വാങ്ങിച്ചില്ല, അങ്ങ് ബാക്ക് അടിച്ച് പോയി. അപ്പോൾ ഇങ്ങനെയുള്ളവരെ, അതായത് വി ഓൾറെഡി നോ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ അവർ പ്രോഡക്റ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ഒന്നുകൂടെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ ഈ ബട്ടൺ ക്ലിക്സ് ഒക്കെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. അതായത് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ള ആ പർട്ടിക്കുലർ ആൾക്കാരെ നമുക്ക് ട്രാക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും. സോ അതിനാണ് ഓട്ടോ ഇവൻറ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഗൂഗിൾ അനാലിറ്റിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതുപോലെ ഫേസ്ബുക്കിൽ ഇവൻറ്റ്സ് സെറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഇത്രയാണ്, അതായത് ഈ ഓട്ടോ ഇവൻറ്റ് ട്രാക്ക്. ഓക്കെ, അതായത് ബട്ടൺ ക്ലിക്സ് ഒക്കെ നമുക്ക് എങ്ങനെ ഗൂഗിൾ ടാഗ് മാനേജറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. സോ ഈ 3 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഓൾമോസ്റ്റ് ഹോൾ പോർഷൻസ് ഞാനിതിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒരുപാട് കോഡ്സ് ചുമ്മാ ബഞ്ചായിട്ട് ഇട്ട് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് പകരം ജസ്റ്റ് ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ ഒരു സിംഗിൾ കോഡ് മാത്രം നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്താൽ മതി. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൽ ഇട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അത് ഗൂഗിൾ അനാലിറ്റിക്സിൻ്റെ കോഡ് വെബ്സൈറ്റിലിടും, പിന്നെ ഫേസ്ബുക്കിൻ്റെ കോഡ് വെബ്സൈറ്റിലിടും, അങ്ങനെ എല്ലാത്തിനും കോഡ്സ് നമ്മൾ വെബ്സൈറ്റിൽ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ ഹ്യൂജ് കോഡ്സ് ആവും, അത് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു
മെത്തേഡ് ഓഫ് ഈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ കോഡ് മാത്രം മതി നിങ്ങളുടെ വെബ്സൈറ്റിൽ, ബാക്കി എല്ലാം നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിലിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാം. ദാറ്റ് ഇസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഗൂഗിൾ ടാഗ് മാനേജർ. സോ ഗൂഗിൾ ടാഗ് മാനേജർ ഒരു വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ആസ് എ മാർക്കറ്റർ നിങ്ങൾക്ക് കിട്ടുന്ന വെബ്സൈറ്റ് ഒന്നെങ്കിൽ ഒരു പഴയ വെബ്സൈറ്റ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ അതിലൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പഴയതായിരിക്കാം പക്ഷെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫ്രഷ്, അതായത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു വെബ്സൈറ്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ടാഗ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഏത് കോഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏതൊക്കെ അതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കിവിടെ ഗൂഗിൾ ക്രോമിൽ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. The name of the extension is Tag Assistant by Google. നിങ്ങളത് ഗൂഗിൾ ക്രോമിൽ ക്രോം എക്സ്റ്റൻഷൻസ് എടുത്താൽ ടാഗ് അസിസ്റ്റൻസ് ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ കിട്ടും. അത് നിങ്ങളുടെ ക്രോമിൽ ആഡ് ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വെബ്സൈറ്റ് എടുത്താലും അതിൽ ഓൾറെഡി ഏതൊക്കെ ടാഗ്സ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ ഒരു ബ്ലോഗ് എടുക്കുവാണ്, അപ്പോൾ ഇതിൽ ടാഗ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും there is result of tag analysis 0 in total. അതുപോലെ ഞാൻ വേറൊരു വെബ്സൈറ്റ് എടുക്കുവാണ്, യു വിൽ ഫൈൻഡ് ദ ഡിഫറൻസ് ഹിയർ. അപ്പം ഞാൻ അതുപോലെ ടാഗ് അസിസ്റ്റന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ there is 2 tags in total. രണ്ടും ഗൂഗിൾ അനാലിറ്റിക്സിന്റെ ടാഗ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഏതൊക്കെ ടാഗ്സ് ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇത് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഗൂഗിൾ അനാലിറ്റിക്സ് കാണാൻ പറ്റും, അതുപോലെ ഇപ്പോൾ ആഡ്വേർഡ്സ് ടാഗ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും, പിന്നെ അതുപോലെ ഏതൊക്കെ ടാഗ്സ്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത് ഫേസ്ബുക്ക് പിക്സൽസ് ആണ്. അപ്പം അത് അറിയാൻ വേണ്ടിയിട്ട് there is another extension and we call it Facebook Pixel Helper. ഓക്കെ, ഫേസ്ബുക്ക് പിക്സൽ ഹെൽപ്പർ. സോ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ നോ പിക്സൽസ് ഇസ് ഫൗണ്ട്. ഓക്കെ, സോ സിമിലർലി ഞാനിപ്പോൾ ഈ വെബ്സൈറ്റ് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ടാഗ്സിൽ പോയി, ടാഗ്സിൽ ഒരു ടാഗ്സും ഈ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഫേസ്ബുക്ക് പിക്സൽ ഹെൽപ്പറിൽ പോയപ്പോഴത്തേക്ക് പിക്സൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദിസ് പർട്ടിക്കുലർ വെബ്സൈറ്റ് ഇസ് യൂസിങ് പിക്സൽ ഐ ഡി for running conversion campaigns or for tracking. Okay, അപ്പോൾ ഇത് ഇത്രയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഏതൊക്കെ ടാഗ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഹൗ ടു ഇൻസ്റ്റാൾ ഗൂഗിൾ ടാഗ് മാനേജർ ഇൻ യുവർ വെബ്സൈറ്റ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഗോ ടു google.com. ഇതിൽ type Google Tag Manager. സോ നിങ്ങൾക്ക് മനസ്സിലാവും tagmanager.google.com. അപ്പം അതിലേക്ക് കയറുക. ദിസ് ഇസ് ദി ഇൻ്റർഫേസ് ഓഫ് ടാഗ് മാനേജർ. സോ ഇതിൽ യു ക്യാൻ സീ ദർ ഇസ് വൺ ഓപ്ഷൻസ് ക്രിയേറ്റ് അക്കൗണ്ട്സ്. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ടിലേക്ക് പോവുക. സോ ആഡ് എ ന്യൂ അക്കൗണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് സംഭവങ്ങളുണ്ട്, ഒന്ന് അക്കൗണ്ട് ലെവലും ഒന്ന് കണ്ടെയ്നർ ലെവലും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അക്കൗണ്ട് നെയിം ആണ്. അപ്പോൾ ഇഫ് യു ആർ പ്രിഫറിങ് യുവർ കമ്പനി നെയിം ദെൻ ദാറ്റ്സ് ദി ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷെ ഞാനിതിപ്പോൾ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ട്രയൽ കാണിച്ചു തരുവാണ്. സോ ഞാൻ എൻ്റെ പേര് തന്നെ വെച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി നെയിമാണ് പ്രിഫർ ചെയ്യേണ്ടത്. കൺട്രി ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് കണ്ടെയ്നർ സെറ്റപ്പ്. കണ്ടെയ്നർ സെറ്റപ്പ് യുണീക്ക് ആയിരിക്കണം, അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ നെയിമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിലിപ്പോൾ 4 ടാർഗറ്റ് പ്ലാറ്റ്ഫോംസ് ആണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. വൺ ഇസ് വെബ്, ദെൻ iOS, ആൻഡ്രോയിഡ് ആൻഡ് ആം. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണുള്ളത്. സോ നൗ ഐ എം പ്രിഫറിങ് വെബ്. നമ്മുടെ ക്രിയേറ്റ്
അപ്പോൾ ഒരു എഗ്രിമെൻ്റ് ഒക്കെ കാണാൻ പറ്റും. സോ യെസ്, I also accept data processing terms as required by GDPR. Yes. Yes. So you have successfully completed those steps. Appa next steps endana? The method to install this particular code into your website. ഇനി നമുക്ക് ഈ കോഡ് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ അതിൽ അവർ പറയുന്നുണ്ട്, paste this code high in the head section and paste this code immediately after the opening of the body tag. അപ്പോൾ നമുക്കിത് പല രീതിയിൽ ചെയ്യാം, ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് വെബ്സൈറ്റ്. ഇപ്പോൾ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റംസ് ലൈക്ക് വേർഡ്പ്രസ്, ജൂംല, പിന്നെ മെജന്തോ, അങ്ങനെ കുറേ ഉണ്ടല്ലോ, ഷോപ്പിഫൈ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോന്നിനും ഓരോ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ പ്ലഗിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് വേർഡ്പ്രസ് ആണ്. അപ്പോൾ ഞാൻ വേർഡ്പ്രസ്സിൽ ഇതെങ്ങനെ ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് എൻ്റെ വേർഡ്പ്രസ് സംഭവം. ഇതിൽ അപ്പിയറൻസ്, എഡിറ്റർ സെക്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റർ സെക്ഷനിൽ പോയിട്ട് യു ക്യാൻ സീ ഹിയർ തീം ഹെഡറിലേക്ക് പോവാം. അപ്പോൾ തീം ഹെഡറിൽ നിങ്ങൾക്ക് ഹെഡ് സെക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ എൻ്റെ ഹെഡ് സെക്ഷൻ ഇവിടെയാണ് അവസാനിക്കുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോഡിയുടെ സെക്ഷനാണ്. സോ ദിസ് ഇസ് ദി ഹെഡ് സെക്ഷൻ. അപ്പോൾ നമ്മുടെ കോഡിലേക്ക് പോവാം. കോഡിൽ ഹെഡ് സെക്ഷനിൽ പ്ലേസ് ചെയ്യേണ്ട കോഡ് ഉണ്ട്. ആ കോഡ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഹെഡ് തുടങ്ങുന്ന സമയത്ത്, അതായത് ഹെഡ് തുടങ്ങുന്ന സ്ഥലത്ത് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. സോ ഇതാണ് എൻ്റെ ഹെഡ് സെക്ഷൻ തുടങ്ങുന്നത്. സോ ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി കോഡ് എന്ന് പറയുമ്പോൾ ബോഡിയാണ്. സോ ഹിയർ അത് കോപ്പി ചെയ്യുക, Ctrl+C, ബോഡിയുടെ സെക്ഷൻ എടുക്കുക. അവിടെ അത് പ്ലേസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അപ്ഡേറ്റ്. ഓക്കെ, സോ ദ ഫയൽ ഇസ് അപ്ഡേറ്റഡ്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇത് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ ദാറ്റ് യു നീഡ് ടു ഗോ ബാക്ക് ടു ഗൂഗിൾ ടാഗ് മാനേജർ. എന്നിട്ട് പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് പ്രിവ്യൂ. ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റും, നൗ പ്രിവ്യൂയിങ് വർക്ക് സ്പേസ്, ഡിഫോൾട്ട് വർക്ക് സ്പേസ്. You can preview and debug the workspace by visiting your site from this web browser. അപ്പോൾ നമ്മൾ നമ്മുടെ സൈറ്റിൽ പോവാം. See, you can see that Tag Manager section is updated. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ടാഗ് മാനേജർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മുടെ GTM ഗൂഗിൾ ടാഗ് മാനേജർ കോഡും അതുപോലുള്ള വിൻഡോ ലോഡഡ്. ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല, ബിക്കോസ് വി ഹാവ് നോട്ട് സെറ്റ് എനി ടാഗ്സ്, വി ഹാവ് നോട്ട് സെറ്റ് എനി ട്രിഗേഴ്സ്, ഇതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. സോ നമുക്ക് അതിൻ്റെ ഡേറ്റാസ് ഒന്നും ഇതിൽ കാണാൻ പറ്റില്ല. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ടാഗ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്തു, അതിപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് ആണ് എന്നുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ടാഗ് മാനേജർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് ഇൻ പ്രിവ്യൂ മോഡ്. ഇതിപ്പോൾ നമ്മുടെ ബ്രൗസറിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും, അതായത് ഫുൾ യൂസേഴ്സിനും അത് ആപ്ലിക്കബിൾ ആകണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മേക്ക് ഇറ്റ് ആക്റ്റീവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു ഗോ ബാക്ക് ടു ഗൂഗിൾ ടാഗ് മാനേജർ ആൻഡ് ദർ ഇസ് വൺ ഓപ്ഷൻ, സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവർ ചോദിക്കും ഏത് വേർഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഗൂഗിൾ ടാഗ് മാനേജർ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ GTM ഇൻസ്റ്റലേഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നിങ്ങളിത് പബ്ലിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ പുതിയ പുതിയ വേർഷൻസ് ക്രിയേറ്റ് ആവും. ഇപ്പം ഏതെങ്കിലും ഒരു വേർഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും എററോ
അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരുന്ന വേർഷൻ സെലക്ട് ചെയ്ത് പബ്ലിഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആക്റ്റീവ് ആയിരുന്ന അത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് വേർഷനാണ് പബ്ലിഷ് ചെയ്യാൻ പോണത്. ഓക്കെ, പബ്ലിഷ്. യെസ്. സോ ഫസ്റ്റ് വേർഷൻ ഇസ് ക്രിയേറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വേർഷനിൽ എന്തെങ്കിലും ഒരു എറർ അല്ലെങ്കിൽ സപ്പോസ് ഞാൻ ഇപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വേർഷൻ. ഓക്കെ, ഞാൻ ഇനി അടുത്ത സെക്കൻഡ് വേർഷൻ എടുക്കുവാണ്. ഞാൻ ടാഗ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വീണ്ടും പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡ് വേർഷൻ ആയി. ഇനിയിപ്പോൾ സെക്കൻഡ് വേർഷനിൽ എന്തെങ്കിലും ഒരു എറർ പറ്റി എന്തെങ്കിലും വർക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. യു ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക് ടു വേർഷൻ 1 ആൻഡ് ദെൻ പബ്ലിഷ്. അപ്പോൾ വേർഷൻ 1 ആയിരിക്കും ആക്റ്റീവായിട്ട് കിടക്കുക. ഓക്കെ, സോ ഇതാണ് സംഭവം. അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെക്ഷനിൽ നമ്മൾ ഇതിനേക്കാൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. അതായത് ടാഗ്സ്, ട്രിഗേഴ്സ്, അതുപോലെ കൺവേർഷൻ ട്രാക്കിംഗ്, ഇവൻറ്റ്സ്, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, സോ ബിഫോർ മൂവിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ്സ് ഗൂഗിൾ അനാലിറ്റിക്സ് ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്ക് പിക്സൽ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടാഗ്സ് ഒക്കെയാണ് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ടാഗ്സ്. സോ വാട്ട് ഇസ് ഗൂഗിൾ അനാലിറ്റിക്സ് ടാഗ്സ്? അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിൽ പേജ് വ്യൂ ട്രാക്കിംഗ് ആണ് ചെയ്യുന്നത്. പേജ് വ്യൂസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ കയറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്തെടുക്കുന്നതാണ് പേജ് വ്യൂ ട്രാക്കിംഗ്. ദ നെക്സ്റ്റ് വൺ ഇസ് ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് ടാഗ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. റീമാർക്കറ്റിംഗ് എന്താണ്? റീമാർക്കറ്റിംഗ് മീൻസ് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ ആരൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് ടാഗ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റീമാർക്കറ്റിംഗ് മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇ കൊമേഴ്സ് സ്റ്റോറിലേക്ക് ഒരാൾ കയറി സാധനങ്ങളെല്ലാം നോക്കി ഇഷ്ടപ്പെട്ട് പക്ഷെ വാങ്ങിച്ചതും ഇല്ല, വേറെ പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും എടുത്തില്ല, ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പുള്ളി പ്രൈസ് ഒക്കെ നോക്കിയിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. സോ ദാറ്റ് പേഴ്സൺ ഈസ് ഓൾറെഡി ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് യു ആർ പ്രൊവൈഡിങ്, ബട്ട് ഹി ഡിഡ്ന്റ് മേക്ക് എ ആക്ഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ളവരെ നമ്മൾ ആഡ്സ് വെച്ച് വീണ്ടും ടാർഗറ്റ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ഈ ആമസോണിലോ ഒക്കെ കയറിയിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ട് എല്ലാം നോക്കി നിങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല, പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ആ സെയിം പ്രോഡക്റ്റിൻ്റെ ആഡ്സ് നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദാറ്റ് ഈസ് റീമാർക്കറ്റിംഗ്. അതായത് ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ വീണ്ടും ടാർഗറ്റ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് വൺ ഇസ് ഫേസ്ബുക്ക് പിക്സൽസ്. ഫേസ്ബുക്ക് പിക്സൽസും സെയിം മെത്തേഡ് തന്നെയാണ് റീമാർക്കറ്റിംഗ് ടാഗ് അല്ലെങ്കിൽ കൺവേർഷൻ ട്രാക്കിംഗ്. കൺവേർഷൻ ട്രാക്കിംഗ് മീൻസ് എനി ആക്ഷൻസ് ദാറ്റ് ഇസ് ഡൺ ബൈ എ കസ്റ്റമർ. അതിപ്പോൾ എന്തും ആവാം, ഒന്നെങ്കിൽ പർച്ചേസ് ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാകാം, ഇപ്പം സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PDF എന്തെങ്കിലും ഒരു സംഭവം ഡൗൺലോഡ് ചെയ്യുന്നെങ്കിൽ അതും കൺവേർഷൻ ആവാം. സോ വാട്ട് എവർ ആക്ടിവിറ്റീസ് ദാറ്റ് ഇസ് മെയ്ഡ് ബൈ എ കസ്റ്റമർ, എന്താ പറയുക, ആക്ഷൻസ് ദാറ്റ് ഇസ് ഡൺ ബൈ എ കസ്റ്റമർ അല്ലെങ്കിൽ ആക്ഷൻസ് ദാറ്റ് ഇസ് ഡൺ ബൈ എ വിസിറ്റർ ക്യാൻ ബി ടേംഡ് ആസ് കൺവേർഷൻസ്. സോ അങ്ങനെയുള്ളതിനെ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാം, കൺവേർഷൻ ട്രാക്കിംഗ്. ഓക്കെ, പിന്നെ ഉള്ളത് പേജ് വ്യൂസ് നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാം, ബട്ടൺ ക്ലിക്സ് നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാം. അതായത് ഇന്ന ഏതെങ്കിലും ഒരു പേജ് വ്യൂ ചെയ്തിട്ടുള്ള ആളുകളെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ആരെങ്കിലും ഒരു പർട്ടിക്കുലർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ട്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ. സോ സ്റ്റേ ട്യൂൺഡ്. സോ ഈ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഓരോന്നിൻ്റെയും ID അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഗൂഗിൾ അനാലിറ്റിക്സ് അതിൻ്റെ ID അറിഞ്ഞിരിക്കണം, ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് ടാഗിൻ്റെ ID അറിഞ്ഞിരിക്കണം, അതുപോലെ ഫേസ്ബുക്ക് പിക്സൽ അതിന് യൂസ് ചെയ്യുന്ന ID അറിഞ്ഞിരിക്കണം. സോ അതെങ്ങനെയാണെന്ന് കൂടി നോക്കാം. സോ ഗൂഗിൾ അനാലിറ്റിക്സ് ID കിട്ടുന്നത് എങ്ങനെയാണ്? ഗൂഗിൾ അനാലിറ്റിക്സിലേക്ക് പോവുക, അതിൽ അഡ്മിൻ സെക്ഷൻ ഉണ്ട്, അഡ്മിൻ സെക്ഷനിൽ പോവുക. സോ യു ക്യാൻ ഫൈൻഡ് ദ ട്രാക്കിംഗ് കോഡ്, ക്ലിക്ക് ഓൺ ടു ദ ട്രാക്കിംഗ് കോഡ്. അപ്പോൾ ഇത് പർട്ടിക്കുലർ സംഭവമാണ് നിങ്ങളുടെ ID. അപ്പോൾ അത്
paste. Next one is Google Ads remarketing code. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ go to Google Ads section. അപ്പോൾ ഇതിൽ ടൂൾസ് ആൻഡ് സെറ്റിംഗ്സ് ഉണ്ട്, അതിൽ കൺവേർഷൻസ് ഉണ്ട്. ഓക്കെ, കൺവേർഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. കൺവേർഷൻസ് എന്താണ്? നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വിസിറ്റർ എന്തൊക്കെ ആക്ഷൻസ് നടത്തുന്നു അതെല്ലാം കൺവേർഷൻസിൽ പോകും. വെദർ ഇപ്പോൾ എന്തൊരു പർച്ചേസ് തന്നെ നടക്കണമെന്നില്ല, പർച്ചേസ് മാത്രമാണ് കൺവേർഷൻസ് എന്ന് പറയാൻ പറ്റില്ല. എന്ത് വേണേലോ ഒരു ലീഡ് ആവാം. മേ ബി നിങ്ങൾ അവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്, പുള്ളി ഇമെയിൽ അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കൺവേർഷൻ. പുള്ളി ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവം, അതായത് ഒരു പേജ് വ്യൂ ചെയ്യണം എന്നാണ് നമ്മുടെ ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ, ഇഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഹാസ് വ്യൂഡ് ദാറ്റ് പേജ് ദെൻ ദാറ്റ്സ് ഓൾസോ കൺവേർഷൻ. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്താണെങ്കിലും അതൊരു കൺവേർഷൻ ആണ്. അതായത് വാട്ട് ഓൾ ആക്ടിവിറ്റീസ്, വാട്ട് ഓൾ ആക്ഷൻസ് പെർഫോംഡ്, അതാണ് കൺവേർഷൻസ്. അപ്പോൾ അത് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിൾ ആഡ്സിൽ ഈ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്ക് വേണ്ടത് നമ്മുടെ കൺവേർഷൻ ID ആണ്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ട്രയൽ കൺവേർഷൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എ ന്യൂ കൺവേർഷൻസ്. ക്ലിക്ക് ഓൺ ഹിയർ. അപ്പോൾ അതിൽ വെബ്സൈറ്റ് കൺവേർഷൻസ് ഉണ്ട്, ആപ്പ് കൺവേർഷൻസ് ഉണ്ട്, ഫോൺ കോൾസ്, ഇതെല്ലാം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വെബ്സൈറ്റ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടുന്നത് ആക്ച്വലി ദിസ് ഇസ് മൈ ബ്ലോഗ്. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറിൽ പർച്ചേസ്, ഒരാളൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അതാണ് ഞാൻ കൺവേർഷനായിട്ട് എനിക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പർച്ചേസ് കൊടുത്തു. ഓക്കെ, സോ ആ പർച്ചേസിന് ഞാനൊരു വാല്യൂ കൊടുത്തു. അതായത് ഓരോ പർച്ചേസും എനിക്ക് ഇത്രയും വാല്യൂ ഉള്ളതാണ്. സോ സെയിം വാല്യൂ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കൗണ്ട് അതുപോലെ തന്നെ വെച്ചു, ബാക്കിയെല്ലാം അതുപോലെ തന്നെ വെച്ചു. ക്രിയേറ്റ് ആൻഡ് കണ്ടിന്യൂ. So you can see here 3 options. അപ്പോൾ ഇതിൽ യൂസ് ഗൂഗിൾ ടാഗ് മാനേജർ, ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്. സോ ഇതിലാണ് നമ്മുടെ കോഡ് ഇരിക്കുന്നത്. സോ ക്ലിക്ക് ഓൺ യൂസ് ഗൂഗിൾ ടാഗ് മാനേജർ. യു ക്യാൻ സീ ദ കൺവേർഷൻ ID. ഇതാണ് എൻ്റെ കൺവേർഷൻ ID. സോ ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക. ബിക്കോസ് ഓൾ ദീസ് ആർ റിക്വയർഡ് ഇൻ ഫ്യൂച്ചർ. അത് കഴിഞ്ഞ് ഫേസ്ബുക്ക് പിക്സൽസ് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്നുകിൽ ഈ ക്രോം എക്സ്റ്റൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് പിക്സൽ ഹെൽപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇത്രയും നമുക്ക് ID കിട്ടും. ഓക്കെ, ബട്ട് ഞാൻ എൻ്റെ ബ്ലോഗിൽ അത് സെറ്റ് ചെയ്തിട്ടില്ല. സോ ഞാൻ ഫേസ്ബുക്കിൽ തന്നെ പോയി, ഫേസ്ബുക്കിലെ ബിസിനസ് സെറ്റിങ്സിൽ പോയി പിക്സൽസിൻ്റെ സെക്ഷൻ ഉണ്ട്. പിക്സൽസിൻ്റെ സെക്ഷൻ വരുന്നത് എവിടെയാണ്? ഡേറ്റ സോഴ്സസിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് പിക്സൽസ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ബട്ടൺ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പിക്സൽ അതുവഴി ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇതിന് ഓൾറെഡി ഒരു പിക്സൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ സീ ദി ID ഹിയർ. അപ്പോൾ ഇത് കോപ്പി ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പേഴ്സണൽ അക്കൗണ്ട് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് പേഴ്സണൽ ആഡ് അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പിക്സലേ പറ്റുള്ളൂ. അതായത് ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു പിക്സലേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഓരോ ബിസിനസ്സിനും സെപ്പറേറ്റ് ആഡ് അക്കൗണ്ട്സ് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ബിസിനസ് മാനേജർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഓരോ ആഡ് അക്കൗണ്ടിനും നിങ്ങൾക്ക് അതിനനുസരിച്ച് പിക്സൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ഒരു പിക്സലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇഫ് യു വോണ്ട് യു ക്യാൻ ക്രിയേറ്റ് മൾട്ടിപ്പിൾ പിക്സൽസ്. അപ്പം ഞാൻ അത് കോപ്പി ചെയ്തു, പേസ്റ്റ്. ഓക്കെ, അതുപോലെ പേജ് വ്യൂസ്, ബട്ടൺ ക്ലിക്സ്. പേജ് വ്യൂസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്തെടുക്കാം. അതുപോലെ ആരൊക്കെ ഏതെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ട്രാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുവാണ്. അതായത് ഈ ടാഗ്സ്, ഈ പേജ് വ്യൂസ്, ബട്ടൺ ക്ലിക്സ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ നെക്സ്റ്റ് സെഗ്മെന്റ് ഇസ് ഹൗ ടു ഡിപ്ലോയ് ഗൂഗിൾ അനാലിറ്റിക്സ് ഇൻ ഗൂഗിൾ ടാഗ് മാനേജർ. നിങ്ങളുടെ ഗൂഗിൾ അനാലിറ്റിക്സ് എങ്ങനെ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൽ ഡിപ്ലോയ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് സെഗ്മെന്റ്.
സോ ഇപ്പം തന്നെ കുറേ പേർക്ക് ബോറടിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെഗ്മെന്റ്. അപ്പോൾ ഇതിൽ ടാഗ് മാനേജറിൽ വർക്ക് സ്പേസിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് സ്പേസിൽ ദർ ആർ സോ മെനി ഓപ്ഷൻസ് ലൈക്ക് ടാഗ്സ്, ട്രിഗേഴ്സ്, വേരിയബിൾസ്, ഫോൾഡേഴ്സ് ആൻഡ് ടെംപ്ലേറ്റ്സ്. അപ്പം നമുക്ക് ടാഗ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഗൂഗിൾ അനാലിറ്റിക്സ് ടാഗ് ആണ് നമുക്ക് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സെലക്ട് ടാഗ്സ്. പുതിയൊരു ടാഗ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ ഇവർ പറയുന്നുണ്ട് ദിസ് കണ്ടെയ്നർ ഹാസ് നോ ടാഗ്സ്. അപ്പൊ ഇതുവരെ ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല ബിക്കോസ് ദിസ് ഇസ് ഫ്രഷ് ന്യൂ ടാഗ് മാനേജർ. അപ്പൊ ഞാൻ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ന്യൂ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടാഗിനൊരു പേര് കൊടുക്കണം. അപ്പൊ ഇതിലിപ്പം നമുക്ക് മൾട്ടിപ്പിൾ ടാഗ്സ് ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് ഗൂഗിൾ അനാലിറ്റിക്സിന്റെ തന്നെ പല പല ടാഗ്സ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഗൂഗിൾ അനാലിറ്റിക്സിന്റെ ID തന്നെ, അതായത് ട്രാക്കിംഗ് കോഡ് തന്നെ ഞാൻ അതിൻ്റെ നെയിം ആയിട്ട് കൊടുക്കുവാണ്. പേസ്റ്റ്. സോ ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് ടാഗ് കോൺഫിഗറേഷൻ. ടാഗ് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ടാഗ് കോൺഫിഗറേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം അതിൽ ഏതൊക്കെ ടാഗ്സ് അവൈലബിൾ ആയിട്ടുണ്ടോ അതെല്ലാം അതിൽ കാണിക്കും. ഇപ്പം എനിക്ക് ഗൂഗിൾ അനാലിറ്റിക്സ് ടാഗ് ആണ് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഗൂഗിൾ അനാലിറ്റിക്സ് ടാഗ് ഇവിടെ ഓൾറെഡി ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഇൻ സം കേസസ്, അതായത് ഓൾമോസ്റ്റ് എല്ലാം ഇതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സ് കൺവേർഷൻ ട്രാക്കിംഗ്, എല്ലാത്തിനും എല്ലാ ടാഗ്സിനും ഓപ്ഷൻസ് ഉണ്ട്. ഇനി എങ്ങാനും നിങ്ങളുടെ ഓപ്ഷൻസ് ഇതിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് കസ്റ്റം HTML അത് കൊടുത്ത് സെറ്റ് ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഈ ക്ലാസ്സിൽ പറഞ്ഞു തരാം. സോ ഫസ്റ്റ് ഇപ്പം നമ്മൾ ഗൂഗിൾ അനാലിറ്റിക്സ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. സോ ഐ എം സെലക്ടിങ് ഗൂഗിൾ അനാലിറ്റിക്സ് യൂണിവേഴ്സൽ അനാലിറ്റിക്സ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. സോ ഞാനത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിൽ ട്രാക്ക് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് എന്താണ് ഇതിൽ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേജ് വ്യൂസ് ആണ്. ഓക്കെ, ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. അപ്പം അതിൽ ഞാൻ പേജ് വ്യൂസ്, എനിക്ക് പേജ് വ്യൂ ആണ് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഓപ്ഷൻ കൊടുത്തു. പിന്നെ അതുപോലെ വേരിയബിൾസ് ഉണ്ട്. വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ ആണ്, നിങ്ങളുടെ ഗൂഗിൾ അനാലിറ്റിക്സ് കോൺഫിഗറേഷൻ. ഇവിടെ നമ്മൾ വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പല പല ടാഗ്സിലും റീയൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ സെലക്ട് സെറ്റിംഗ്സ് വേരിയബിൾ കൊടുത്തു, പുതിയൊരു വേരിയബിൾ സെറ്റ് ചെയ്തു. ഇത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ട്രാക്കിംഗ് ID, അതായത് ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന എൻ്റെ ട്രാക്കിംഗ് കോഡ്, ഗൂഗിൾ അനാലിറ്റിക്സ് ട്രാക്കിംഗ് കോഡ്. ഓക്കെ, ട്രാക്കിംഗ് ID എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. സേവ്. അപ്പം ഇതിലും അൺടൈറ്റിൽഡ് വേരിയബിൾ ആണ്. അപ്പം അതിവിടെ നമുക്ക് ട്രാക്കിംഗ് കോഡ് തന്നെ കൊടുക്കാം. സേവ്. പിന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ, അത് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്, ഗൂഗിൾ അനാലിറ്റിക്സ് സെറ്റിംഗ്സ്. അപ്പോൾ ഇതിൽ നമ്മുടെ ട്രാക്കിംഗ് കോഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ട്രിഗറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂളാണ്. അതായത് എപ്പോൾ ഈ ടാഗ് ഫയർ ചെയ്യണം എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പം എനിക്ക് എല്ലാ പേജിലും ആരൊക്കെ ഏത് പേജ് വ്യൂ ചെയ്താലും എനിക്കിത് ട്രിഗർ ആവണം. ഓക്കെ, അതാണ് എൻ്റെ ഒരു എനിക്ക് ആവശ്യമുള്ള ഡിമാൻഡ്. അപ്പോൾ എനിക്ക് എല്ലാ പേജ് വ്യൂസും അത് ആപ്ലിക്കബിൾ ആയിരിക്കണം. ഓക്കെ, ആരൊക്കെ ഏത് പേജ് വ്യൂ ചെയ്താലും ഈ ടാഗ് ട്രിഗർ ആവണം. അപ്പോൾ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എപ്പോൾ ഇത് ഈ ടാഗ് ഡിപ്ലോയ് ആവണം എന്ന് തീരുമാനിക്കാനുള്ളതാണ് ട്രിഗേഴ്സ്. അപ്പോൾ അത് ഞാൻ കൊടുത്തു. അപ്പോൾ എനിക്ക് ഓൾ പേജസ്, ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഒരു ട്രിഗേഴ്സും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ഓൾറെഡി ഉള്ള ഒരു ട്രിഗറേ ഉള്ളൂ, ഓൾ പേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രിഗർ.
നിങ്ങൾക്കല്ലാതെ ഇഷ്ടംപോലെ ട്രിഗേഴ്സ് സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളതെല്ലാം പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഓൾ പേജ് വ്യൂസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ്. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പേര് ഇങ്ങനെ ട്രാക്കിംഗ് കോഡായിട്ട് ഫസ്റ്റ് തന്നെ കൊടുക്കുമ്പോൾ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഗൂഗിൾ അനാലിറ്റിക്സ് പേജ് വ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവും. കാരണം ഇനിയിപ്പം ഒരുപാട് ടാഗ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഡ് മാത്രം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. ഓക്കെ, രണ്ടാമത്തതിൽ പേര് കൊടുത്താന്ന് പറഞ്ഞ് കുഴപ്പമില്ല. ഫസ്റ്റ് നെയിം നിങ്ങൾ ഗൂഗിൾ അനാലിറ്റിക്സ് പേജ് വ്യൂസോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടാഗ് ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ഇത് സംഭവം റെഡിയാണോ എന്നറിയണം. അപ്പോൾ അതിന് വേണ്ടി പ്രിവ്യൂ മോഡുണ്ട്, പ്രിവ്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് പ്രിവ്യൂ ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ കയറി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, റിഫ്രഷ് അടിക്കുവാണ്. സോ നമുക്ക് കാണാം ടാഗ്സ് ഫയർ ഗൂഗിൾ അനാലിറ്റിക്സ് ഇത്. ഓക്കെ, അതായത് ഒരു പേജ് വ്യൂ വരുമ്പോഴത്തേക്കും ഇത് ഫയർ ആവും. ഇനി കണ്ടോ, ടൈപ്പ് ഗൂഗിൾ അനാലിറ്റിക്സ്. ഇത് ഫയറിംഗ് ട്രിഗേഴ്സ് ഓൾ പേജസ്. സോ സംഭവം ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മൾ ഗൂഗിൾ അനാലിറ്റിക്സിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റിയൽ ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആക്റ്റീവ് യൂസേഴ്സ് റൈറ്റ് നൗ 1 പേജ് വ്യൂസ് പെർ മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇനി റിയൽ ടൈമിൽ പോവുക. അതിൽ ട്രാഫിക് സോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചൂസ് ദാറ്റ്. റൈറ്റ് നൗ ഒരു യൂസറാണ് ഉള്ളത്. ഓക്കെ, മീഡിയം അവർ കാണിക്കുന്നില്ല. ഇനി ഇത് കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടോ പേജ് വ്യൂസ് 1, അതായത് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, റിയൽ ടൈമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ കയറുക. ഓക്കെ ഓക്കെ സോ നമ്മൾ URL പോയിട്ട് $UTM_source is equal to test $UTM_medium is equal to test $UTM_campaign is equal to test എന്ന് കൊടുക്കുക. ഇനി ഗൂഗിൾ അനാലിറ്റിക്സിൽ പോയിട്ട് വീണ്ടും ട്രാഫിക് സോഴ്സസിലേക്ക് പോവുക. you have find the test. അപ്പോൾ ഇത് വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡാണ് ഇത്. ഓക്കെ, നമ്മുടെ മീഡിയം സോഴ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് ഫ്രം ദി ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇനി കണ്ടന്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതായത് യൂസർ ഏത് കണ്ടന്റിലാണ് നിൽക്കുന്നതെന്നുള്ളത് നോക്കുക. This is the page title digital marketing consultant ആരതി ഗോപാലകൃഷ്ണൻ. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഞാൻ ഇപ്പം ഈ യൂസർ നിൽക്കുന്ന ഈ പേജിലാണേ. ഇനിയിപ്പം ഞാൻ പ്രൈവസി പോളിസി പേജിലേക്ക് കയറി. I just want to know whether it's get updated. അതിന് വേണ്ടിയിട്ടാണേ. ഓക്കെ, ഇപ്പം ഞാൻ യൂസർ പ്രൈവസി പോളിസി പേജിലേക്ക് വന്നു. അപ്പം ഞാൻ ഗൂഗിൾ അനാലിറ്റിക്സിൽ കയറി ഒന്നും കൂടി കണ്ടന്റ് ഓപ്റ്റ് ചെയ്ത് കൊടുത്തു. സോ യൂസർ ഇപ്പം എവിടെയാണെന്ന് അറിയാനാണ്. പ്രൈവസി പോളിസി മനസ്സിലായോ? ദാറ്റ് മീൻസ് ദ ടാഗ് ഇസ് റെഡി ആൻഡ് ആക്റ്റീവ്. ഓക്കെ, സോ ഇപ്പം ഇതിപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്ത് കൊടുത്തെല്ലാം നമ്മുടെ ബ്രൗസറിലാണ് കാണാൻ പറ്റുന്നത്. ഇത് നമ്മൾ ഇനി ആക്റ്റീവ് ആക്കണമെങ്കിൽ സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കണം.
അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ പോയിട്ട് സബ്മിറ്റ്. അപ്പോൾ പുതിയൊരു വേർഷൻ ക്രിയേറ്റ് ആവും, അതായത് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുവാണ്. അപ്പോൾ വേർഷൻ നെയിം എന്താ, ഗൂഗിൾ അനാലിറ്റിക്സ് അപ്ഡേറ്റഡ്. പേജ് വ്യൂസ്, പബ്ലിഷ്, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് ടാഗ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി സെയിം പ്രൊസീജിയർ, ഗോ ടു ദി ടാഗ്സ് സെക്ഷൻ, ക്രിയേറ്റ് ന്യൂ ടാഗ്, അതിനൊരു പേര് കൊടുക്കുക, ഗൂഗിൾ ആഡ്സ് remarketing page views. Okay, then tag configuration click ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് ടാഗ് ഇതിൽ ഓൾറെഡി ഉണ്ട്. സോ ക്ലിക്ക് ദാറ്റ്. അതിൽ കൺവേർഷൻ ഐ ഡി ഉണ്ട്. നമ്മൾ കൺവേർഷൻ ഐ ഡി ഒക്കെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദി കൺവേർഷൻ ഐ ഡി. കോപ്പി, പേസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻ അത്രേ ഉള്ളൂ. പിന്നെ ട്രിഗറിങ് സെലക്ട് ചെയ്യുക. നമുക്ക് ഓൾ പേജ് വ്യൂസ് ആണ് വേണ്ടത്. സോ ഓൾ പേജസ് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. സേവ്. അപ്പോൾ നമുക്കിവിടെ ഗൂഗിൾ അനാലിറ്റിക്സിൻ്റെ ഒരു ടാഗ് വന്നു, ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് പുതിയൊരു ടാഗ് വന്നു. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്, ഫേസ്ബുക്ക് ആഡ്സ് ടാഗ്സ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി വീണ്ടും ടാഗ്സിൽ പോവുക, create new, Facebook ads page views. ഓക്കെ, അതിൽ ടാഗ് കോൺഫിഗറേഷൻ എടുത്തു. അപ്പോൾ ഇതിലെങ്ങും ഫേസ്ബുക്കിൻ്റെ ഒരു ടാഗും കാണുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റം HTML പോവുക. See, this is custom HTML tag. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ടാഗ് ടൈപ്പ് കസ്റ്റം HTML. ഇവിടെയാണ് നമ്മൾ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേസ്ബുക്ക് പിക്സൽ ID നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കോഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ബിസിനസ് സെറ്റിംഗ്സിലേക്ക് വരും. അതിൽ ഡേറ്റ സോഴ്സസിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് പിക്സൽസ് കിടക്കുന്നത്. ഞാനിപ്പം ഒരു പുതിയ പിക്സൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ മറ്റൊരു പിക്സൽ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ഒരു പിക്സൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഐഡിയും എൻ്റെ കയ്യിലുണ്ട്. ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു വെബ്സൈറ്റിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു കോഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ കോഡ്, അതായത് ആ സ്ക്രിപ്റ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓപ്പൺസ് ഇൻ ഇവന്റ്സ് മാനേജർ ഓപ്ഷൻ കൊടുക്കുക. സോ ഹിയർ യുവർ പിക്സൽ ഹാസൻറ്റ് റിസീവ്ഡ് എനി ആക്ടിവിറ്റി. നമ്മൾ ഇതുവരെ പിക്സൽ സെറ്റപ്പ് ചെയ്തിട്ടില്ല. അപ്പം കണ്ടിന്യൂ പിക്സൽ സെറ്റപ്പ് ആ ഓപ്ഷൻ കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് മാനുവലി പിക്സൽ കോഡ് വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാർട്ട്ണർ ഇൻ്റഗ്രേഷൻ വഴി ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സ്ക്രിപ്റ്റ് ആണ്. സോ ഞാൻ ഇൻസ്റ്റാൾ കോഡ് മാനുവലി എന്നൊരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് കോപ്പി കോഡ് ഉണ്ട്. നമ്മൾ കോഡ് കോപ്പി ചെയ്തു. ഓക്കെ,
ഇതിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ പിക്സൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ആ കോഡ് തരുകയും ചെയ്യും, അത് അതിൻ്റെതായ രീതിയിൽ അങ്ങ് ഫോളോ അപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. പക്ഷെ ഞാനിവിടെ പിക്സൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്റ്റെപ്പിലേക്ക് പിന്നെ പോയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഇതിൽ വന്ന് പിന്നെയും ഒന്നുകൂടി ചെയ്യേണ്ട ആവശ്യം വന്നത്. ഓക്കെ, അപ്പം ഞാൻ കോഡ് കോപ്പി ചെയ്തു, ഗൂഗിൾ ടാഗ് മാനേജറിൽ പോയി ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ, save. Sorry, this tag doesn't have a firing trigger. Unless a trigger is added, this tag will not fire. Okay, so trigger കൊടുക്കുക. ട്രിഗർ all pages page view ആണ്. ഓക്കെ, അപ്പോൾ ഈ ട്രിഗർ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇത് വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ടാഗ് സെറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ ട്രിഗറും കൂടെ കൊടുക്കുക. അതായത് ഒരു റൂളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് ഈ ടാഗ് ആക്റ്റീവ് ആവേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ട്രിഗറും കൊടുത്തു, സേവ്. സോ നമ്മളിപ്പോൾ കറൻ്റ്ലി 3 ടാഗ്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഫേസ്ബുക്ക് ഇത് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രിവ്യൂ മോഡിൽ പോവുക. നമ്മളിപ്പോൾ 3 ടാഗ്സ് ആണ്, നമ്മൾ ഗൂഗിൾ അനാലിറ്റിക്സ് ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 2 ടാഗ്സ് ഉണ്ട്. അപ്പോൾ പ്രിവ്യൂ മോഡിൽ പോവുക, നമ്മുടെ പേജ് ഒന്ന് റിഫ്രഷ് അടിക്കുക. സോ ആ വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫേസ്ബുക്ക് ആഡ്സ്, ഇത് ഗൂഗിൾ അനാലിറ്റിക്സ്, ഇത് ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് പേജ് വ്യൂസ്. അപ്പം 3 ടാഗ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറ്റ്സ് ഫയർഡ് 1 ടൈം, ഫയർഡ് 1 ടൈം, കണ്ട എല്ലാം കാണിക്കുന്നുണ്ട്. ഇനി ഫേസ്ബുക്ക് പിക്സൽ ഹെൽപ്പർ യൂസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഫേസ്ബുക്ക് പിക്സൽ ഹെൽപ്പറിൽ പോവുക, സി കാണിക്കുന്നുണ്ട്, ആക്റ്റീവ് ആയിട്ടുണ്ട് പേജ് വ്യൂസിൻ്റെ. ഓക്കെ, സോ നമ്മളിപ്പോൾ 3 ടാഗ്സ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അത് 3നും നമ്മൾ ട്രിഗറും സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി 2 ടോപ്പിക്സും കൂടെ ഇതിനകത്ത് കവറപ്പ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വരാം. ഓക്കെ, സോ നെക്സ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് കൺവേർഷൻ ട്രാക്കിംഗ് ആണ്. കൺവേർഷൻ ട്രാക്കിംഗ് നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ വാട്ട് ഈസ് കൺവേർഷൻ? കൺവേർഷൻ എന്ന് വെച്ചാൽ നമ്മൾ സക്സസ് എന്ന് പറയുന്നതിനെയാണ് കൺവേർഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കുറേ പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുവാണ് ഇൻ ഫേസ്ബുക്ക്, ഇൻ ഗൂഗിൾ ആഡ്സ്. ഓക്കെ, അപ്പം അതിൽ അതുവഴി കയറുന്ന ഓഡിയൻസ് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് എ കൺവേർഷൻ. അതിപ്പോൾ എന്ത് തന്നെ ആയാലും, ഇറ്റ് ക്യാൻ ബി പ്യുവർ സെയിൽ, അതായത് ഒരു പർച്ചേസ് ആകാം. ഇറ്റ് ക്യാൻ ബി ഒരു ഫോം ഫില്ല് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ എന്തെങ്കിലും ഫില്ല് ചെയ്ത് കിട്ടുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രീ PDF അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നതാകാം. അപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് കൺവേർഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് വാട്ട് വി കോൾ ഇറ്റ് എ സക്സസ്. ഓക്കെ, അപ്പം ഈ കൺവേർഷൻ ട്രാക്കിംഗ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. കൺവേർഷൻ ട്രാക്കിംഗ് നമുക്ക് ഫേസ്ബുക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എങ്ങനെയാ? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫേസ്ബുക്ക് പിക്സൽസ്. അതായത് ഇവന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കൺവേർഷൻ ട്രാക്കിംഗ് സെറ്റ് ചെയ്യാം. പിന്നെ ഗൂഗിൾ ആഡ്സിൽ എങ്ങനെയാണ് കൺവേർഷൻ സെറ്റ് ചെയ്യുന്നത്? ടൂൾസ് ആൻഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കൺവേർഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ കൺവേർഷൻസിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൺവേർഷൻ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണ് അതിൽ ട്രാക്ക് ചെയ്യുന്നത്. പിന്നെ ഗൂഗിൾ അനാലിറ്റിക്സിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഗോൾസ്, പിന്നെ അതുപോലെ ഡെസ്റ്റിനേഷൻ ഗോൾസ് ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൺവേർഷൻ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഇ-കൊമേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാക്കിംഗ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഗൂഗിൾ അനാലിറ്റിക്സിൽ. അപ്പോൾ അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല, അതിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഉദ്ദേശം മതി. കൺവേർഷൻ, അതായത് സക്സസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിച്ച് കൺവേർഷൻ ട്രാക്ക് ചെയ്യാം, ഗൂഗിൾ ആഡ്സ് ഉപയോഗിച്ച് കൺവേർഷൻ ട്രാക്ക് ചെയ്യാം, ഗൂഗിൾ അനാലിറ്റിക്സ് യൂസ് ചെയ്ത് കൺവേർഷൻ ട്രാക്ക് ചെയ്യാം. ഇനി ഇത് നമ്മൾ എങ്ങനെ ഗൂഗിൾ ടാഗ് മാനേജറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഫേസ്ബുക്ക് വഴിയുള്ള കൺവേർഷൻ ട്രാക്കിംഗ് നമുക്ക് എങ്ങനെ ഗൂഗിൾ ടാഗ് മാനേജറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് അതിനൊരു പേര് കൊടുക്കുവാണ്, ഫേസ്ബുക്ക് കൺവേർഷൻ ഇവന്റ്.
ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ എടുത്ത് പറയാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഒരു ഇ കൊമേഴ്സ് സ്റ്റോറുമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇതിപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ അല്ല, ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഞാനിപ്പോൾ ഈ ഇ കൊമേഴ്സ് സ്റ്റോറിൽ എനിക്കിപ്പോൾ ഈ ചെയർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആഡ് ടു കാർട്ട് കൊടുക്കും അല്ലേ? ആഡ് ടു കാർട്ട്. അപ്പൊ ഇതിപ്പം നിങ്ങൾ URL ശ്രദ്ധിച്ചാൽ മതി, പ്രൊഡക്റ്റ് കണ്ടംപററി സ്റ്റൈൽ സൈഡ് ചെയർ. അപ്പൊ ആഡ് ടു കാർട്ട് കൊടുക്കുമ്പോഴത്തേക്കും വ്യൂ കാർട്ട്, പ്രൊസീഡ് ടു ചെക്ക് ഔട്ട്. അപ്പൊ ഓരോ പേജിൽ വരുമ്പോഴും URL മാറുവാണ്. കാർട്ട് പേജിൽ വരുമ്പോൾ കാർട്ടിലേക്ക്, അത് നിങ്ങൾക്ക് അറിയാലോ. ഇനി പ്രൊസീഡ് ടു ചെക്ക് ഔട്ട്. ഓക്കെ, അപ്പൊ പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ എല്ലാം ഫില്ല് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ URL എന്തായിരിക്കും കാണിക്കുക? പ്ലേസ് ഓർഡർ വരുമ്പോഴത്തേക്കും URL പറയും www.artofvilla.com/order confirmed/ വേറെ എന്തെങ്കിലും URL അങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോ ഇതാണ് ഒരു കൺവേർഷൻ. ഒരാള് കാർട്ട് പേജിൽ വന്നു, ഓക്കെ, URL ശ്രദ്ധിക്കണം, കാർട്ട് പേജിൽ വന്നു, എന്നിട്ട് ചെക്ക്ഔട്ട് ചെയ്തു, എന്നിട്ട് അയാൾ ഓർഡർ പ്ലേസ് ചെയ്തു. ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അയാളുടെ URL ഓർഡർ കൺഫേം / അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഒരു കൺവേർഷൻ ഇപ്പോൾ നടന്നു. അയാൾ പേയ്മെന്റ് ചെയ്തു, സാധനം പർച്ചേസ് ചെയ്തു, ഒരു പർച്ചേസ് ഇവന്റ് ആണ് അവിടെ നടന്നത്. അപ്പൊ എനിക്ക് ഒരു കൺവേർഷനായി. ഇനി ഈ കൺവേർഷൻ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? സിമ്പിൾ ആണ്, നമ്മുടെ URL വെച്ച് മെഷർ ചെയ്യാം. അതായത് ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞ് ആ URL ഒരു വ്യക്തി എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് that person has made a purchase. That means we have got one conversion. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും പേജ് വ്യൂസ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അതായത് ഓർഡർ കൺഫേം പേജ് അയാൾ വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ that means he has made a purchase. അപ്പം പേജ് വ്യൂസ് ആണ് നമ്മൾ പർച്ചേസ് ഇവന്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാർഗം. ആ പേജിൽ വേറെ ആരും കയറത്തില്ല. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ആ പേജ് കാണാൻ പറ്റുള്ളൂ. സോ നമ്മൾ പർച്ചേസ് ഇവന്റ് ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും പേജ് വ്യൂവിൽ ഈ പർട്ടിക്കുലർ URL കൊടുക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് അങ്ങനെയുള്ളവരെ ട്രാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും എത്ര കൺവേർഷൻസ് നടന്നിട്ടുണ്ടെന്ന്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഫേസ്ബുക്കിൽ എടുക്കുമ്പോൾ, സോ ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പിക്സൽ ടാബിൽ വന്നിരിക്കുവാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ സെറ്റപ്പ് ഇൻസ്റ്റാൾ പിക്സൽ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. മാനുവലി ആഡ് പിക്സൽ കോൾ ടു യുവർ വെബ്സൈറ്റ്, അതിലേക്ക് പോവുക, കണ്ടിന്യൂ, അതിലേക്ക് പോവുക. ഇനി ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാനുവലി ആഡ് ഇവന്റ് കോഡ്. ഇവന്റ് കോഡാണ് നമുക്ക് ആവശ്യം. ഇവന്റ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ കൺവേർഷൻ ട്രാക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാനുവലി ആഡ് ഇവന്റ് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിൽ ഇവന്റ്സ് എല്ലാം കാണിക്കും. വ്യൂ കണ്ടന്റ്, അതായത് ഒരു കണ്ടന്റ് വ്യൂ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇവന്റ്, സെർച്ച് ആണോ നിങ്ങൾക്ക് ഇവന്റ്, ആഡ് ടു വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതാണോ നിങ്ങൾക്ക് ഇവന്റ്, പർച്ചേസ് ആണോ നിങ്ങൾക്ക് ഇവന്റ്, അങ്ങനെ കുറേ നമുക്ക് ആവശ്യമുള്ള ഇവന്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പർച്ചേസ് ഇവന്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഒരു പർച്ചേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കൺവേർഷനായിട്ട് എനിക്ക് കിട്ടണം. അപ്പം ഞാൻ പർച്ചേസിൽ ക്ലിക്ക് ചെയ്തു. സോ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സെൻഡ് ഇവന്റ് പാരാമീറ്റേഴ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ദേ സിമ്പിൾ കോഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ ഇത് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവന്റ് ട്രാക്കിംഗ്, അതായത് പർച്ചേസ് എന്ന് പറഞ്ഞുള്ള ഇവന്റ് നമ്മൾ ട്രാക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ഈ കോഡ് ശ്രദ്ധിച്ചു വെക്കുക. ഇനി ഗോ ബാക്ക് ടു ഗൂഗിൾ ടാഗ് മാനേജർ. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നമ്മൾ ടാഗ്സ് 3 ആഡ് ചെയ്തിട്ടുണ്ട്. ആ ടാഗ്സിലെല്ലാം ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ട്രിഗർ ആണ് ഉണ്ടായിരുന്നത്. അതായത് ഓൾ പേജസ് ട്രിഗേഴ്സ് ആണ്. അത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ട്രിഗർ ആയിരുന്നു. ഇനി നമുക്ക് വേണ്ടുന്നത് പർട്ടിക്കുലർ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. എന്താണ്? അതായത്
ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞൊരു പേജ് URL മാത്രം മതി. അത് മാത്രം വ്യൂ ചെയ്യുന്ന ഒരാളെ ആണെങ്കിൽ അത് ട്രിഗർ ചെയ്യുക. ഓക്കെ, ഇനി അങ്ങനെ ഒരു ട്രിഗർ ആണ് നമുക്ക് വേണ്ടത്. എല്ലാ പേജസും വ്യൂ ചെയ്ത് ട്രിഗർ ആക്കണ്ട. ജസ്റ്റ് ആ ഒരു ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞൊരു പേജ് ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ട്രിഗർ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മുടെ പർച്ചേസ് ഇവന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രിഗേഴ്സിലേക്ക് പോവുക. ന്യൂ ട്രിഗർ കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് പർച്ചേസ് ഇവന്റ് ട്രിഗർ. ഓക്കെ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ട്രിഗർ കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പേജ് വ്യൂ ഉണ്ട്, ലിങ്ക് ക്ലിക്സ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടത്? പേജ് വ്യൂ. അതായത് ഇന്ന URL ഒരാൾ കയറി കഴിയുകയാണെങ്കിൽ നമുക്ക് അതൊരു ഇവന്റ് ആണ്. അപ്പോൾ പേജ് വ്യൂ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ അവർ രണ്ട് ഓപ്ഷൻസ് ചോദിക്കും. എല്ലാ പേജ് വ്യൂസിനും ട്രിഗർ വേണോ അതോ സം പേജ് വ്യൂസിന് മാത്രം മതിയോ? അപ്പം ഞാൻ സം പേജ് വ്യൂസ് കൊടുത്തു. ഇനി ഇതിനകത്ത് റൂൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പം എനിക്ക് വേണ്ടത് എന്തോ പേജിന്റെ URL, പിന്നെ ഇവിടെയുണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റാർട്ട് വിത്ത്, എൻഡ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാൻ പേജിന്റെ URL എനിക്ക് ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞ ഒരു വാക്ക് ഉണ്ടെങ്കിൽ അതൊരു ഇവന്റ് ആണ്. ഇതിപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റ് വെച്ചിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞത്, ഈ ഇ-കൊമേഴ്സ് സ്റ്റോർ. പക്ഷേ എനിക്ക് ഇ-കൊമേഴ്സ് സ്റ്റോർ ഇപ്പോൾ വർക്കിംഗ് അല്ല. ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ബ്ലോഗുമായിട്ടാണ്. സോ ഞാൻ പുതിയൊരു സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അതായത് എൻ്റെ ബ്ലോഗിൽ കോണ്ടാക്ട് പേജിൽ ആര് കയറുന്നു അത് ഞാനൊരു പർച്ചേസ് ഇവന്റ് ആക്കി കൊടുക്കുക. നോർമലി അങ്ങനെ ആരും ചെയ്യാറില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ URL എന്ന് വെച്ചോ. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇ-കൊമേഴ്സ് സ്റ്റോറിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. എനിക്ക് ഈ ഗൂഗിൾ ടാഗ് മാനേജർ എൻ്റെ ബ്ലോഗുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ എക്സാമ്പിളായിട്ട് ഇത് കൊടുക്കുവാണ്, ഈ URL. അപ്പോൾ ഈ URLനകത്ത് എന്താണുള്ളത്? കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടൊരു വാക്കാണ് യുണീക്ക് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് URL സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് എൻ്റെ ബ്ലോഗിൽ വേറെ ഒരു URLനും കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടൊരു URL ഇല്ല. സോ ഞാൻ കണ്ടീഷൻ കൊടുക്കുന്നത് എങ്ങനെയാ? പേജ് വ്യൂസ് ആണ്, സം പേജസ് മാത്രം. അതായത് പേജിന്റെ URL കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ ആ ട്രിഗർ അങ്ങ് സേവ് ചെയ്തു. ഓക്കെ, അപ്പം ട്രിഗറിൽ പർച്ചേസ് ഇവന്റ് വന്നു. ഇനി ഇതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി ആദ്യം ഫേസ്ബുക്ക് പിക്സൽ പേജ് വ്യൂസിന് ഒരു ടാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതേ ഫേസ്ബുക്കിൻ്റെ തന്നെ കൺവേർഷൻ ട്രാക്കിംഗ്, അതായത് പർച്ചേസ് ഇവന്റ് വേണ്ടിയിട്ടുള്ള ടാഗ്സ് ആണ്. അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ട്രിഗർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എനിക്ക് ആദ്യത്തെ ടാഗ് ആയിരിക്കണം ഫസ്റ്റ് ട്രിഗർ ആവേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സെക്കൻഡ് ടാഗ് ട്രിഗർ ആക്കാൻ. എങ്കിലേ അതിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് ടാഗ് സെലക്ട് ചെയ്യുക. അതായത് ഫേസ്ബുക്ക് ആഡ് പേജ് വ്യൂസ് ആണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ആഡ്. അപ്പം അതിൽ ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ അഡ്വാൻസ്ഡ് സെറ്റിംഗിൽ ടാഗ് ഫയറിംഗ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ അവിടെ 100 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുവാണെങ്കിൽ എനിക്ക് ഈ പർട്ടിക്കുലർ ടാഗ് ആയിരിക്കും ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടേ സെക്കൻഡ് ടാഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പ്രയോറിറ്റി കൂടുതൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂ കൊടുക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം റൺ ചെയ്യുന്ന ടാഗ് ഈ പേജ് വ്യൂസിൻ്റെ ടാഗ്സ് ആയിരിക്കും. ഓക്കെ, സോ അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു? ട്രിഗർ സെറ്റ് ചെയ്തു, അതുപോലെ നേരത്തെ ചെയ്തിരുന്ന ആഡിൻ്റെ പ്രയോറിറ്റി കൂട്ടി കൊടുത്തു. അതായത് ഫസ്റ്റ് ഇത് വേണം ട്രിഗർ ആവാനായിട്ട്. സോ അതത്രയും ചെയ്തു. ഇനി നമ്മൾ പുതിയൊരു ടാഗ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു. എന്തിനാ? ഫേസ്ബുക്ക്
പർച്ചേസ് ഇവൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഞാൻ ടാഗിൽ പോയി വീണ്ടും ന്യൂ ടാഗ് ഓപ്ഷൻ കൊടുത്തു. അതിൽ പേര് കൊടുത്തു ഫേസ്ബുക്ക് പർച്ചേസ് ഇവൻറ്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ ടാഗ് കോൺഫിഗറേഷൻ കൊടുത്തു. ടാഗ് കോൺഫിഗറേഷനിൽ നമ്മുടെ ഫേസ്ബുക്ക് ഒന്നും ഇല്ല. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? കസ്റ്റം HTML പോവുക. കസ്റ്റം HTML നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്ന ആ ചെറിയ പീസ് ഓഫ് കോഡ് ഉണ്ടല്ലോ, ദേ ഈ കോഡ് അവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യുക. കാരണം ഇതാണ് നമ്മുടെ പർച്ചേസ് ഇവൻറ്റിൻ്റെ കോഡ്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ടാഗ് മാത്രം കൊടുത്താൽ മതിയോ? നമ്മൾ ട്രിഗർ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പോൾ ട്രിഗർ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രിഗറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ഇവൻറ്റ് നമ്മൾ തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് എന്താ നമ്മൾ കൊടുത്തിരിക്കുന്നത്? കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു URL ഉണ്ടെങ്കിൽ ഈ ഇവൻറ്റ് ട്രിഗർ ചെയ്ത് കൊടുക്കുക. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നോർമലി നമ്മൾ ഇ-കൊമേഴ്സ് സ്റ്റോറിലാണ് പർച്ചേസ് ഇവൻറ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ട? URL കണ്ടെയ്ൻസ് ആ പർട്ടിക്കുലർ ഓർഡർ കൺഫേം പേജ് അല്ലെങ്കിൽ താങ്ക് യു പേജിൻ്റെ URLലുള്ള ഏതെങ്കിലും ഒരു വാക്കായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് അത് ട്രാക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ കോൺടാക്ട് പേജിൽ ആര് കയറുന്നു അതൊരു ഇവൻ്റ് ആക്കി ഞാൻ സെറ്റ് ചെയ്ത് അത് ട്രാക്ക് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സേവ്. അപ്പം നമ്മളിപ്പോൾ ഗൂഗിൾ അനാലിറ്റിക്സ് ഇവൻറ്റ് സെറ്റ് ചെയ്തു, ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് പേജ് വ്യൂ സെറ്റ് ചെയ്തു, ഫേസ്ബുക്ക് ആഡ്സ് പേജ് വ്യൂസ് സെറ്റ് ചെയ്തു, ഫേസ്ബുക്ക് പർച്ചേസ് ഇവൻറ്റ് അതായത് കൺവേർഷൻ ട്രാക്കിങ്ങിൻ്റെ സെറ്റ് ചെയ്തു. ഇനി നമുക്കിത് പ്രിവ്യൂ ചെയ്യാം. അതായത് ഫേസ്ബുക്ക് ഇവൻറ്റ്സ് അത് വർക്കിംഗ് ആണോ എന്ന് അറിയണ്ടേ? അപ്പോൾ ഞാൻ കോണ്ടാക്ട് പേജിൽ കയറി ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. പർച്ചേസ് ഇവൻറ്റ് ആക്റ്റീവ് ആയോ എന്ന് നമുക്കറിയാൻ പറ്റും. യെസ്, സി ഫേസ്ബുക്ക് പർച്ചേസ് ഇവൻറ്റ് ഇസ് ആക്റ്റീവ്. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഇവൻറ്റും ആക്റ്റീവ്. ഇനി ഞാൻ വേറൊരു പേജിൽ കയറി നോക്കുക, അതായത് അബൌട്ട് മീയിൽ കയറി നോക്കുവാണ് ഫേസ്ബുക്ക് പർച്ചേസ് ഇവൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പം നമ്മൾ അറിയണ്ടേ. നോ, ഇവിടെ അത് വന്നിട്ടില്ല കാരണം നമ്മൾ ഈ URL കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് നോർമലി നമ്മൾ സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇ-കൊമേഴ്സ് സ്റ്റോറിലാണ്. പർച്ചേസ് ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആ താങ്ക് യു പേജ് അല്ലെങ്കിൽ ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ URL കയറുന്ന ആയിരിക്കണം നമ്മൾ ഒരു കൺവേർഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഒന്നുകൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അല്ലാതെ ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇവൻറ്റ്സ് എടുക്കുവാണെങ്കിൽ ടെസ്റ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് പിക്സൽ ടാബിലാണേ വരുന്നത്. ടെസ്റ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോകുമ്പോൾ അവർ പറയും ഓപ്പൺ യുവർ വെബ്സൈറ്റ് ഇൻ എ ന്യൂ വിൻഡോ ആൻഡ് ഇൻട്രാക്ട് വിത്ത് ഇറ്റ് ടു സീ ദ ആക്ടിവിറ്റി. അപ്പം ഞാൻ പുതിയൊരു വിൻഡോയിൽ കോണ്ടാക്ട് പേജ് എടുക്കുവാണ്. എന്നിട്ട് ഓക്കെ, ഇത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടാഗ് അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, ടാഗ് അസിസ്റ്റൻറ്റിൽ യു ക്യാൻ സീ ഇത് നമ്മൾ ആദ്യം ചെയ്ത ഇവൻ്റ് ആണ് പേജ് വ്യൂസ്. ഇത് സെക്കൻഡ് പർച്ചേസ് ഇവൻറ്റ്. ഓക്കെ, അതായത് സംഭവം കറക്റ്റ് ആയിട്ടുണ്ട്, എല്ലാം വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, വേണ്ടേ പർച്ചേസ് ഇവൻറ്റ് പേജ് വ്യൂ ഇവൻറ്റ്സ് രണ്ടും. അപ്പോൾ ഇന്നത്തെ ഈ സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഇനി ഒരു പോർഷനും കൂടി ബാക്കിയുണ്ട്. ഫേസ്ബുക്ക് പിക്സൽസ് വഴി കൺവേർഷൻ ട്രാക്കിംഗ് എങ്ങനെ ചെയ്യാമെന്നും അത് നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഗൂഗിൾ ആഡ്സിലും നമുക്ക് കൺവേർഷൻ ട്രാക്കിംഗ് ചെയ്യാം. ടൂൾസ് ആൻഡ് സെറ്റിംഗ്സിൽ പോയിട്ട് കൺവേർഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺവേർഷൻസ് ക്രിയേറ്റ് ചെയ്യാം.
ഞാനിപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺവേർഷനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആഫ്റ്റർ ക്രിയേറ്റിംഗ് നിങ്ങൾക്ക് 2 ഇൻഫർമേഷൻ കിട്ടും. ഒന്ന് കൺഫർമേഷൻ ഐഡിയും കിട്ടും, ഒന്ന് കൺഫർമേഷൻ ലേബൽ കിട്ടും. ഞാനിത് ആദ്യത്തെ ഭാഗത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. സോ ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇനി ഈ കൺവേർഷൻ ട്രാക്കിംഗ് നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ സെയിം മെത്തേഡ് തന്നെയാണ്. ഗോ ടു ഗൂഗിൾ ടാഗ് മാനേജർ, ടാഗ്സിൽ പോവുക, ക്രിയേറ്റ് ന്യൂ ടാഗ് കൊടുക്കുക. സോ ഇതിനൊരു നെയിം കൊടുക്കുക. ഞാനിവിടെ ഗൂഗിൾ ആഡ്സ് കൺവേർഷൻ ആണ് കൊടുക്കുന്നത്. എൻ്റെ പർച്ചേസ് ഇവൻ്റ് ആണ്, പർച്ചേസ് ഇവൻ്റ് കൺവേർഷൻ. ഓക്കെ, എന്നിട്ട് ടാബ് കോൺഫിഗറേഷൻ. അപ്പോൾ ഇപ്രാവശ്യം ടെംപ്ലേറ്റ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഗൂഗിൾ ആഡ്സ് കൺവേർഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. സോ സെലക്ട് ദാറ്റ്. സോ ഇതിൽ കൺവേർഷൻ ഐ ഡി ചോദിക്കുന്നുണ്ട്, കൺവേർഷൻ ലേബൽ ചോദിക്കുന്നുണ്ട്. സോ വി ഹാവ് ടു പ്രൊവൈഡ് ബോത്ത്. അപ്പോൾ കൺവേർഷൻ ഐ ഡി എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദി കൺവേർഷൻ ഐ ഡി. കോപ്പി, പേസ്റ്റ്. സിമിലർലി കൺവേർഷൻ ലേബൽ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ കൺവേർഷൻ ലേബൽ. കോപ്പി ചെയ്യുക, പേസ്റ്റ്. ഓക്കെ, ഇനി ട്രിഗറിങ് ഓപ്ഷൻസ്. ട്രിഗേഴ്സ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പിക്സലിൻ്റെ സെയിം ട്രിഗർ തന്നെ നമുക്ക് ഇവിടെയും റീയൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ എന്താ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പർച്ചേസ് ഇവൻറ്റിൽ ഈ പർട്ടിക്കുലർ URL ആര് കയറിയോ അത് ഒരു കൺവേർഷനായിട്ട് മാറ്റണം. അതാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ട്രിഗർ. അതായത് പർച്ചേസ് ഇവൻറ്റ് ട്രിഗർ, അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ അതും റെഡി ആയിട്ടുണ്ട്. സേവ്. ഇതെല്ലാം നമ്മൾ നോർമലി പർച്ചേസ് ഇവൻ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഇ-കൊമേഴ്സ് സ്റ്റോറിലാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എൻ്റെ ബ്ലോഗുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത്. നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. ഇനി ഞാൻ കോൺടാക്ട് പേജിൽ കയറിയിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഏതൊക്കെ ഇവൻറ്റ്സ് ട്രിഗർ ആവുന്നുള്ളത്. ഫേസ്ബുക്ക് ഇവൻറ്റും ട്രിഗർ ആവണം, ഗൂഗിൾ ആഡ്സ് ഇവൻറ്റും ട്രിഗർ ആവണം. ഓക്കെ, സോ ഞാൻ കോൺടാക്റ്റിൽ പോയി റിഫ്രഷ് അടിച്ചു. റിഫ്രഷ് അടിച്ചപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ ടാഗ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ദറ്റ് ഈസ് ഫേസ്ബുക്ക് ആഡ് പേജ് വ്യൂസ് നമ്മൾ നേരത്തെ ചെയ്തത്, ഗൂഗിൾ ആഡ്സ് പേജ് വ്യൂസ് ആണ് ഇത്, ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് പേജ് വ്യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഗൂഗിൾ ആഡ്സ് പർച്ചേസ് കൺവേർഷൻ, അതുപോലെ ഫേസ്ബുക്ക് പർച്ചേസ് ഇവൻറ്റ്. നമ്മളിപ്പോൾ ആഡ് ചെയ്തത് ഏതാ? ഗൂഗിൾ ആഡ്സ് പർച്ചേസ് കൺവേർഷൻ ഇവൻറ്റ്. ഇത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഈ ടാഗ് അസിസ്റ്റൻറ്റിൽ പോയാലും മതി. ടാഗ് അസിസ്റ്റൻറ്റിലും അവരത് കാണിക്കും. ഗൂഗിൾ ആഡ്സ് കൺവേർഷൻ ട്രാക്കിംഗ്, ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് ടാഗ്, ഗൂഗിൾ അനാലിറ്റിക്സ്, ഗൂഗിൾ ടാഗ് മാനേജർ, ഇത്രയും ടാഗ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എല്ലാം നമ്മുടെ ബ്രൗസറിലാണ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ പുതിയൊരു വേർഷൻ ക്രിയേറ്റ് ആവും. ഞാനിവിടെ ഫേസ്ബുക്ക് ആഡ്സും പ്ലസ് ഫേസ്ബുക്ക് പർച്ചേസ് ഇവൻറ്റ് പ്ലസ് ഗൂഗിൾ ആഡ്സ് പർച്ചേസ് ഇവൻറ്റ്, ഇതാണ് പുതിയതായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, നോ പ്രോബ്ലംസ്. പബ്ലിഷ്. അപ്പോൾ ആ വേർഷനും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ചെറിയ ടോപ്പിക്കും കൂടിയേ ബാക്കിയുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഗൂഗിൾ ടാഗ് മാനേജർ കംപ്ലീറ്റഡ്. ഓട്ടോ ഇവൻറ്റ് ട്രാക്കിംഗ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാൾ ആ പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ചെക്കൗട്ടിലേക്ക് പോകുമ്പോൾ പുള്ളി വിചാരിച്ച് ഇപ്പോൾ വാങ്ങിക്കണ്ട പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞങ്ങ് ബാക്ക് അടിച്ചിട്ട് പോയി. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന്, അതായത് ദ കസ്റ്റമേഴ്സ് ഹു ആർ ഓൾറെഡി ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രോഡക്റ്റ്, ഓക്കെ, ആഡ് ടു കാർട്ട് എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അയാൾക്കത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നാണ്. സോ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ റീമാർക്കറ്റ് ചെയ്ത് പിടിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഈ ട്രാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് ഓരോ ബട്ടൺ ക്ലിക്സും നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഇതാണ് നമ്മുടെ ഗൂഗിൾ ടാഗ് മാനേജറിന്റെ വിൻഡോ. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അതായത് ക്ലിക്സ് ഒന്നും ഇതിൽ ഡിറ്റക്റ്റ് ആവുന്നില്ല. സോ ക്ലിക്സ് ഡിറ്റക്റ്റ് ആകാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു ട്രിഗർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ പോവുക, ട്രിഗേഴ്സിൽ പോവുക, അതിൽ ന്യൂ ട്രിഗർ കൊടുക്കുക. അപ്പോൾ ഞാൻ ക്ലിക്സ് എന്നാണ് കൊടുക്കുന്നത്, ക്ലിക്സ്. എന്നിട്ട് ട്രിഗർ കോൺഫിഗറേഷൻ കൊടുക്കുക. അതിൽ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ഓൾ എലമെന്റ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. അതായത് എവിടെ ക്ലിക്ക് ചെയ്താലും എനിക്കറിയാൻ പറ്റണം. ഓക്കെ, സോ ഞാൻ അത് കൊടുത്തു. എന്നിട്ട് സേവ്. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പ്രിവ്യൂലേക്ക് പോയി. എന്നിട്ട് ഞാൻ എൻ്റെ സൈറ്റിൽ ഒന്ന് റിഫ്രഷ് അടിച്ച് ചെക്ക് ചെയ്ത് നോക്കുവാണ്. സോ ഇതിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് 4 എന്നും പറഞ്ഞു വന്നു. പിന്നെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു ക്ലിക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഈ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വിൻഡോയിൽ ഓപ്പൺ ആവത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ഡിറ്റക്റ്റ് ആവുകയും ചെയ്യും. വിൻഡോ ഇതിൽ ഓപ്പൺ ചെയ്യാണ്ട് പുതിയ ന്യൂ വിൻഡോ ആയിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ വേരിയബിൾസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോകണം. അപ്പം പേജ് നെയിം, ഈ പേജ് നെയിമിൽ ആണ് പോയിരിക്കുന്നത്. ഇവന്റ് GTM ക്ലിക്ക് ഇവന്റ് ആണ് സംഭവിച്ചത്. പിന്നെ പേജിന്റെ പാത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ക്ലിക്ക് നമ്പർ 4. ഇനി ക്ലിക്ക് നമ്പർ 5ഉം അതുപോലെ തന്നെയാണ്, സെയിം പ്രൊസീജിയർ ആണ്. ക്ലിക്ക് നമ്പർ 8ഉം സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് ഏത് ക്ലിക്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് പേജ് പാത്ത് സെയിം തന്നെയാണ്, എല്ലാം ഹോസ്റ്റ് നെയിം സെയിം തന്നെയാണ്, ഇവന്റ് GTM ക്ലിക്ക് സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം എല്ലാ വേരിയബിൾസും കോമൺ ആയിട്ടുള്ള വേരിയബിൾസ് ആണ് ഇതിൽ കിടക്കുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മൾ പുതിയൊരു വേരിയബിൾ സെറ്റ് ചെയ്യണം. സോ ഗോ ബാക്ക് ടു ഗൂഗിൾ ടാഗ് മാനേജർ. അതിൽ വേരിയബിൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ വേരിയബിൾസിൽ കോൺഫിഗർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കോൺഫിഗർ കൊടുക്കുക. സോ ഇതിൽ ക്ലിക്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ എല്ലാം അങ്ങ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഈ വേരിയബിൾസ് എല്ലാം എനിക്ക് ആഡ് ചെയ്ത് കിട്ടണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രിവ്യൂ മോഡിൽ പോവുക. പ്രിവ്യൂ മോഡ്. എന്നിട്ട് നമ്മുടെ പേജ് റിഫ്രഷ് ചെയ്യുക. ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഫേസ്ബുക്കിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്ത് അപ്പോൾ ഒരു ക്ലിക്ക് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ലിങ്ക്ഡിനിൽ ക്ലിക്ക് ചെയ്ത് ഒരു ക്ലിക്ക് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. യൂട്യൂബിൽ ക്ലിക്ക് ചെയ്തു, അതിൽ നിന്ന് ഒരു ക്ലിക്ക് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലിക്സ് ഒന്നുകൂടി അനലൈസ് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് നമ്പർ 7 വേരിയബിൾസിൻ്റെ സെക്ഷനിൽ പോവുക. അപ്പോൾ അതിൽ കണ്ടോ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പുതിയ വേരിയബിൾസ്. അതിൽ യുണീക്ക് ആയിട്ട് ഒരെണ്ണമാണ് ക്ലിക്ക് ടെക്സ്റ്റ്. കണ്ടോ യൂട്യൂബ് എന്നുണ്ട്. അതുപോലെ 6th ക്ലിക്ക് എടുക്കുവാണെങ്കിൽ നമ്മുടെ ക്ലിക്ക് ടെക്സ്റ്റ് ലിങ്ക്ഡ്ഇൻ. ഓക്കെ, അതുപോലെ 5th ക്ലിക്ക് എടുക്കുവാണെങ്കിൽ ക്ലിക്ക് ടെക്സ്റ്റ് ഫേസ്ബുക്ക്. അപ്പോൾ ഈ ക്ലിക്സിനൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു വേരിയബിൾ ഏതാണ്? ക്ലിക്ക് ടെക്സ്റ്റ്. അപ്പോൾ ക്ലിക്ക് ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ആഡ് ടു കാർട്ട് ബട്ടണിൽ ആര് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ടെക്സ്റ്റ് എന്ത് വരും? ആഡ് ടു കാർട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് യൂട്യൂബ് എടുക്കാം.
യൂട്യൂബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തവരെയാണ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ ടാഗ് മാനേജറിൽ പോയി ട്രിഗേഴ്സ് സെലക്ട് ചെയ്തു. ട്രിഗേഴ്സിൽ നമ്മൾ ഓൾറെഡി ക്ലിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ജനറലായിട്ട് ഒരു ട്രിഗർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി, അതായത് എഡിറ്റ് ചെയ്ത് എനിക്ക് യൂട്യൂബ് ക്ലിക്സ് വേണം. ഓക്കെ, അപ്പം ഞാൻ ട്രിഗർ ടൈപ്പ് എടുക്കുക. എല്ലാ ക്ലിക്സും നമുക്കിനി വേണ്ട, സം ക്ലിക്സ്. അപ്പോൾ കണ്ടീഷൻ ചോദിക്കും. കണ്ടീഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം? ക്ലിക്ക് ടെക്സ്റ്റ് ഈക്വൽസ് click text contains YouTube. Okay, click text contains YouTube. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ സേവ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബ് ക്ലിക്സിനുള്ള ട്രിഗർ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് ഫയർ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ടാഗ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഈ ട്രിഗേഴ്സ് ആദ്യം സെറ്റ് ചെയ്യുക, എന്നിട്ട് ടാഗ്സ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ടാഗ്സിൽ പോവുക, ന്യൂ ടാഗ്, യൂട്യൂബ് ഇവൻറ്റ്. അത് അനാലിറ്റിക്സ് വഴി നമുക്ക് ചെയ്യാം. ഗൂഗിൾ അനാലിറ്റിക്സ് വഴി നമുക്കിത് ഈ ടാഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പിന്നെ ടാഗ് കോൺഫിഗറേഷൻ, അനാലിറ്റിക്സിൽ പോവുക. ആ ടെംപ്ലേറ്റ് ഓൾറെഡി ഉണ്ട്, ഗൂഗിൾ അനാലിറ്റിക്സ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ ട്രാക്ക് ടൈപ്പ് ഏതാണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത്? ഇവൻറ്റ്സ് കൊടുക്കുക. ഇവൻറ്റ് കാറ്റഗറി എന്താണ്? യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഐക്കൺ ആണ്. ആക്ഷൻ യൂട്യൂബ് ക്ലിക്സ്. ലേബൽസ് കൊടുക്കുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്, എനിക്കിപ്പോൾ അറിയേണ്ടത് ഈ ക്ലിക്സ് ഏത് പേജ് പാത്ത് വഴി വന്നു എന്നും കൂടി അറിയണം. ഓക്കെ, അതായത് ഏത് പേജ് പാത്തിൽ നിന്നാണ് ഈ ക്ലിക്ക് ഉണ്ടായെന്നും കൂടി അറിയണം. അപ്പം ഞാൻ പേജ് പാത്തും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് എൻ്റെ ലേബൽ. ഓക്കെ, പിന്നെ ട്രിഗറിങ് നമ്മൾ ഓൾറെഡി ട്രിഗർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? യൂട്യൂബ് ക്ലിക്സ്. ഓക്കെ, അപ്പോൾ അതും സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സേവ്. You must either select a Google Analytics settings variable or set a tracking ID. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഗൂഗിൾ അനാലിറ്റിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ്. ഇനി വീണ്ടും പ്രിവ്യൂ മോഡിൽ പോവുക. ചെക്ക് ചെയ്യണ്ടേ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രിഗർ ആവുന്നുണ്ടോ? എന്നിട്ട് നമ്മുടെ പേജിൽ പോവുക, വീണ്ടും റിഫ്രഷ് ചെയ്യുക. അപ്പം ആദ്യം ഞാൻ ലിങ്ക്ഡ്ഇനിൽ ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, കൺട്രോൾ പ്രസ് ചെയ്ത് ലിങ്ക്ഡ്ഇനിൽ ക്ലിക്ക് ചെയ്തു. അതായത് ക്ലിക്ക് നമ്പർ 12. അപ്പോൾ അതിൽ നമ്മൾ അനാലിറ്റിക്സ് എടുക്കുമ്പോൾ ടാഗ്സ് ഫയർഡ് നൺ, ഒരു ടാഗും ഫയർ ആയിട്ടില്ല. ഇനി ഞാൻ യൂട്യൂബ് എടുക്കുകയാണ്, നോക്കട്ടെ സംഭവം വർക്കിംഗ് ആവും. കൺട്രോൾ പ്രസ് ചെയ്ത് യൂട്യൂബ് ക്ലിക്ക് ചെയ്തു. അതായത് ക്ലിക്ക് നമ്പർ 13 അതെടുത്തു. സി ടാഗ്സ് ഫയർഡ് യൂട്യൂബ് ഇവൻറ്റ് അനാലിറ്റിക്സ്. സംഭവം മനസ്സിലായല്ലോ. ഇനി ഇത് വീണ്ടും വേറെ മെത്തേഡ്സ് ഉണ്ട് ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി. ഗൂഗിൾ ടാഗ് അസിസ്റ്റൻ്റ് എടുക്കുമ്പോൾ അതിൽ ഗൂഗിൾ അനാലിറ്റിക്സ് ഉണ്ട്. ഗൂഗിൾ അനാലിറ്റിക്സിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക.
സോ യു ക്യാൻ സീ 2 ഓപ്ഷൻസ്, ഒന്ന് പേജ് വ്യൂ റിക്വസ്റ്റ്, ഒന്ന് ഇവൻറ്റ്സ്. ഈ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് ക്ലിക്സ് ആണ്, മനസ്സിലായി? അപ്പോൾ അത് വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ഗൂഗിൾ അനാലിറ്റിക്സ്. ഗൂഗിൾ അനാലിറ്റിക്സിൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അതായത് റിയൽ ടൈമിൻ്റെ ഉള്ളിൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ റൈറ്റ് നൗ ഇവൻറ്റ് കാറ്റഗറി ഐക്കൺ, ഇവൻറ്റ് ആക്ഷൻ, യൂട്യൂബ് ക്ലിക്സ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് ഗൂഗിൾ അനാലിറ്റിക്സ് വഴി ബട്ടൺ ക്ലിക്സിനെ നമ്മൾ ട്രിഗർ ചെയ്യുവാണ്. സെയിം മെത്തേഡ് ഫേസ്ബുക്കിലും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെയിം ട്രിഗർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഫേസ്ബുക്കിൽ പോവാം, അതിൽ പിക്സൽസ് ടാബിൻ്റെ അവിടെ സെറ്റപ്പ് പിക്സൽ, അതിൽ ഇൻസ്റ്റാൾ പിക്സൽ, മാനുവലി ആഡ് പിക്സൽ, അതിൽ കണ്ടിന്യൂ കൊടുക്കുക. സോ മാനുവലി ആഡ് ഇവൻറ്റ് കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇവൻറ്റ്, ഇപ്പം നോർമലി ഇപ്പം ആഡ് ടു കാർട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ബട്ടൺ ക്ലിക്സ്. ഇപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എനിക്കവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ ഈ ആഡ് ടു കാർട്ട് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ആഡ് ടു കാർട്ടിൻ്റെ ഈ കോഡ് ഞാൻ കോപ്പി ചെയ്തു. ഈ കോഡാണ് എനിക്ക് ടാഗായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഗൂഗിൾ ടാഗ് മാനേജറിൽ പോയി പുതിയൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ന്യൂ ടാഗ്. അപ്പോൾ ഇത് ഫേസ്ബുക്ക് ഇവൻറ്റ് യൂട്യൂബ് ക്ലിക്സ്. ശരിക്കും ആഡ് ടു കാർട്ടിൻ്റെ ക്ലിക്സ് ആണ് കേട്ടോ, അത് ഏത് വേണേലും കൊടുക്കാൻ കുഴപ്പമില്ല. എന്നിട്ട് ടാഗ് കോൺഫിഗറേഷൻ എടുക്കുക. അപ്പം നമുക്കിതിനകത്ത് ഫേസ്ബുക്ക് ഇല്ല, അപ്പം നമ്മൾ എന്താ ചെയ്യുക, കസ്റ്റം HTML പോവുക. എന്നിട്ട് നമ്മുടെ ആ കോഡ് കോപ്പി ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ട്രിഗറിങ് എന്താ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ക്ലിക്സിൻ്റെ ട്രിഗർ. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഇനി ഇത് ആക്റ്റീവ് ആകുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം അതിനുവേണ്ടി പ്രിവ്യൂ എടുക്കുക. പ്രിവ്യൂ എടുത്തിട്ട് നമ്മുടെ പേജിലേക്ക് പോവുക, റിഫ്രഷ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് കൺട്രോളിൽ പ്രസ് ചെയ്തിട്ട് ലിങ്ക്ഡിൻ ഒരു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ടാഗ്സ് ഏതെങ്കിലും ഫയർ ആയിട്ടുണ്ടോ എന്ന്. ഫയർ ആയിട്ടില്ല. ഇനി യൂട്യൂബിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അതാണല്ലോ നമുക്ക് നോക്കേണ്ടത്. ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. സോ യൂട്യൂബ് ഇവൻറ്റ് അനാലിറ്റിക്സും ഫയർ ആയിട്ടുണ്ട്, ഫേസ്ബുക്ക് ഇവൻറ്റ് യൂട്യൂബ് ക്ലിക്സും ഫയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഫേസ്ബുക്കിൻ്റെത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേറെ മാർഗ്ഗങ്ങൾ, മറ്റു രീതിയിൽ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ഈ ഇവൻറ്റ് അറിയാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഇവൻറ്റ് ടെസ്റ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പിക്സൽസിൻ്റെ തൊട്ട് താഴെ ടെസ്റ്റ് ഇവൻറ്റ്സ് കൊടുക്കുക. ടെസ്റ്റ് ഇവൻറ്റ്സ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ പേജിൽ ഒന്നുകൂടി കയറിയിട്ട് വീണ്ടും കൺട്രോൾ യൂട്യൂബിൻ്റെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് വീണ്ടും ട്രിഗർ ആയിട്ടുണ്ട്. സോ അത് ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. സി ആഡ് ടു കാർട്ട് പുതിയ മെത്തേഡ് വന്നു. ഇത് ശരിക്കും ആഡ് ടു കാർട്ട് എന്നുള്ള പേരല്ല കൊടുക്കേണ്ടിയിരുന്നത്, പക്ഷേ
എനിക്കിപ്പോൾ ഇ കൊമേഴ്സ് സ്റ്റോർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. നോർമലി നമ്മൾ ആഡ് ടു കാർട്ടിൻ്റെയാണ് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ബട്ടൺ ഇല്ലാത്തത് കൊണ്ട് ഞാനത് യൂട്യൂബ് ഐക്കണുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, സെയിം പ്രൊസീജിയർ ആണെന്നേ ഉള്ളൂ. അതായത് ബട്ടൺ ക്ലിക്സ് നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇവൻറ്റ്സിൽ അവർ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഗൂഗിൾ ടാഗ് മാനേജറിൽ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ID ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ സെൻഡ് ചെയ്താലും മതി. ഓക്കെ, സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, സോ അടുത്ത ആഴ്ച വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, ഞാനത് വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ till then, take care, bye bye.